പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 29 വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട്, ശ്രേഷ്ഠമായിട്ട് കർത്താവ് നമ്മളെ പരിപാലിച്ചു. അതിന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം പറയാം. സ്തോത്രം. ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം പറയാം. സ്തോത്രം. ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരുന്നതിന് സ്തോത്രം പറയാം. സ്തോത്രം. തന്ന എല്ലാ നന്മകൾക്കും, തന്ന എല്ലാ കൃപകൾക്കും, നടത്തിയ വിധങ്ങൾക്കൊക്കെ ആയിട്ട് കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പോയ രാത്രി നല്ല ഉറക്കം തന്നല്ലോ, അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവിൻ്റെ കൃപയാ രാത്രി ഞങ്ങൾ ഉറങ്ങിയത്, ദൈവകൃപ. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ അവൻ ആരോഗ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഉണർന്നതല്ല, കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുക. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. ഈ പോയ കാലങ്ങളിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. ഈ പോയ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടു. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ല. 33-ാം സങ്കീർത്തനം. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ നല്ല പ്രഭാതം കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മളെ ആരോഗ്യത്തോടെ ശേഷിപ്പിച്ചു, സൗഖ്യത്തോടെ നിലനിർത്തി. എല്ലാത്തിനായിട്ടും കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായിക്കുക. എല്ലാവരും നിങ്ങളെ തന്നെ ഏകാഗ്രപ്പെടുത്തിക്കുക. പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പോയ 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസത്തെയും അങ്ങ് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത നന്മകൾക്കായിട്ട്, അനുഗ്രഹങ്ങൾക്കായിട്ട്, നടത്തിയ വിധങ്ങൾക്കായിട്ടൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതി കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുകയാണെങ്കിലും അവരുടെ മേൽ പ്രത്യേകമായ ഒരു ആത്മപകർച്ച ഇന്ന് പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ. അവർ സ്പെഷ്യലി പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. അവരുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ അവരുടെ ശരീരത്തിൽ നിന്നും മാറി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ചുള്ള സ്കിൻ അലർജികളെല്ലാം മാറിപ്പോകട്ടെ. കാലിൻ്റെ മുട്ടിന് താഴെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർ, ആ കാൽ വണ്ണയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർ ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ സൗഖ്യം. ഇപ്പോൾ അവിടെ ആ കാൽ വണ്ണയിൽ ചൊറിഞ്ഞ് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ സകലതും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സ്വസ്ഥത അവർക്കുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, രോഗത്തിൻ്റെ കാഠിന്യത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ആ രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ വിട്ടുപോട്ടെ. പൂർണ്ണമായിട്ട് സ്വതന്ത്രമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. പരിപൂർണ്ണ സമാധാനം ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. അഡ്മിഷൻസൊക്കെ തക്ക സമയത്ത് ലഭിക്കാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളുടെ വിവാഹം, അത് ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അതിനുള്ള മുഖാന്തരങ്ങൾ കർത്താവെ അങ്ങ് ഒരുക്കുകയും തക്കതായ കുഞ്ഞുങ്ങളെ ഒരുക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തദാസന്മാരെ ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ അവരെ പൊതിയണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയ അഭിഷക്തന്മാർ ലോകവ്യാപകമായി എഴുന്നേൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേലക്കാരെ അയക്കുന്നതിനായിട്ട് സ്തോത്രം. നാളത്തെ കർത്താവെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതും മഹത്തരമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസങ്ങൾ പ്രാർത്ഥനയിലൂടെ
ഉപവാസത്തിലും പങ്കെടുത്ത് എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാളെ നമുക്ക് രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം കർത്താവ് അനുവദിച്ചാൽ ആരംഭിക്കും. തക്ക സമയത്ത് അതിൽ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത്. 1 Peter chapter number 5 verse 7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതാണ് ഇന്നത്തെ വാക്യം. കർത്താവ് നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അപ്പം ഇതിനകത്ത് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ ഭാഗം, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? കരുതുന്നവനാണ്. എങ്ങനെ കരുതുന്നത്? ആർദ്രതയോടെ, സ്നേഹത്തോടെ, ഒരപ്പൻ കരുതുന്നത് പോലെ, ഒരമ്മ കരുതുന്നത് പോലെ സ്വർഗത്തിലെ അപ്പ നമുക്ക് വേണ്ടി കരുതുന്നതിനായിട്ട് സ്തോത്രം ചെയ്യണം. ഇതിപ്പം ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങൾക്കൊരു സമാധാനം തരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കേൾപ്പിക്കുക. അതായത് ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. അമ്മ താലോലിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ താലോലിക്കും. നിങ്ങൾക്കറിയാമോ, നമുക്ക് വേണ്ടി കർത്താവ് കരുതുന്നത് സ്നേഹത്തോടെ, അല്ലാതെ കടമ തീർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ അങ്ങനെയുള്ള പോളിസിയല്ല. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഒരപ്പൻ ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് പറയാം, കരുതുന്നത് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും, അതായത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന എല്ലാ ഉത്കണ്ഠകളും സമ്മർദ്ദങ്ങളും, പിന്നെന്നാ പറയുക, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ആശങ്കകളും ഒക്കെ എന്ത് ചെയ്യണം? അവൻ്റെ പാദപീഠത്തിങ്കിലേക്ക് ഇട്ടുകൊള്ളുക, അല്ലെങ്കിൽ അവനിലേക്ക് ഉപേക്ഷിക്കുക. നമ്മൾ കൊണ്ട് നടക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ കുഞ്ഞെ, നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശങ്കകൾ, സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഉത്കണ്ഠകൾ, അയ്യോ ഞാൻ എന്തായിത്തീരും, എങ്ങനായിത്തീരും എന്നുള്ള ചിന്തകൾ, ഇതെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അങ്ങ് ഇട്ടേക്കാനാണ് പറഞ്ഞത്. അവനിലേക്ക് അങ്ങ് ഉപേക്ഷിച്ചേക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഈ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എടുക്കാൻ വേണ്ടിയല്ലല്ലോ, നമ്മൾ അവനിലേക്ക് അങ്ങ് ഇട്ടേക്കാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മളെ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാരങ്ങളും പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ഒന്നും കൊണ്ട് നടക്കണ്ട. കർത്താവിലേക്ക് ഉപേക്ഷിക്കുക, കർത്താവിലേക്ക് ഇടുക. വൺസ് ഫോർ ഓൾ, ഡോണ്ട് ടേക്ക് ബാക്ക്. എന്നേക്കുമായി ഇടുക. ഇനി തിരിച്ചെടുക്കുകയും ചെയ്യരുത്. ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പിന്നെയും ഇടയ്ക്ക് തിരിച്ചെടുത്ത് നോക്കും. അങ്ങനെയല്ല, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, കർത്താവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചെടുക്കാൻ പാടില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, അയ്യോ ഇനി എന്നായിത്തീരുമെന്ന് വിചാരിച്ചപ്പെട്ടിരിക്കുക. കർത്താവ് പറയാം, ഞാൻ കരുതിയതുകൊണ്ട് നീ എന്നിലേക്കിട്. നീ അതിനെക്കുറിച്ച് ആകുലപ്പെടണം, നീ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, നീ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, എന്നിലേക്കിടുക. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓർത്തോളം നമ്മൾ ഇട്ടിട്ടില്ല. ഇടുക എന്ന് പറഞ്ഞാൽ അതിട്ടിട്ട് നമ്മളിങ്ങനെ പോകുന്നു. പോട്ടെ, 1 മിനിറ്റ് കൂടെ ചിന്തിച്ചു, പോട്ടെ 5 മിനിറ്റ് കൂടെ ചിന്തിച്ചു, അതിനപ്പുറത്തോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. സങ്കീർത്തനം 55:22 വാക്യമായത്, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാണ് അതിനകത്ത്. എന്നിട്ട് പറഞ്ഞു, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും അപ്പോൾ ഇതിലൂടെ നമ്മളെ പഠിപ്പിച്ച പാഠം എന്തുവാ? നമ്മുടെ എല്ലാ ആശങ്കകളും നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും കർത്താവിൻ്റെ പാദങ്ങളിൽ ഉപേക്ഷിക്കുക. അളവറ്റ കൃപ നമ്മളെ ശക്തിപ്പെടുത്തുവാനായി കർത്താവ് തരിക തന്നെ ചെയ്യും. അപ്പം ഇനി ഇതിൻ്റെ അടുത്ത വാക്യം പറയുന്നത്, നിർമ്മതരായിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുക. എന്താണെന്നറിയാമോ? ഈ ആശങ്കകളും ഉത്കണ്ഠകളും ഭയങ്ങളും നിരാശകളും ഒക്കെ ഉള്ളതിനെയാണ് പിശാച് തപ്പി നടക്കുന്നത്. കാരണം അങ്ങനെയുള്ളവരെയാണ് പിശാചിന് പിടിക്കാൻ എളുപ്പം. അപ്പോൾ നമ്മളോട് കർത്താവ് പറഞ്ഞു, ഈ പിശാച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആശങ്കയുള്ള ആരുണ്ട്, ഭയമുള്ള ആരുണ്ട്, നിരാശയുള്ള ആരുണ്ട്, അവിശ്വാസമുള്ള ആരുണ്ട്. അവനെയാ തകർക്കാൻ നോക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നിരാശ വന്നു കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോകുമ്പോൾ ശത്രുവിനെ ഉപദ്രവിക്കുവാൻ എളുപ്പമാണ്. നമ്മൾ ഒറ്റപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നമ്മൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, ആകുലപ്പെട്ടിരിക്കുമ്പോൾ, ഭാവിയെക്കുറിച്ചൊക്കെ ഭയപ്പെട്ടിരിക്കുമ്പോൾ പിശാചിന് നമ്മുടെ മേൽ പെട്ടെന്ന് നമ്മളെ ശല്യപ്പെടുത്തുവാൻ, ഉപദ്രവിക്കുവാൻ കഴിയും. നമ്മളെ തളർത്തി കളയുവാൻ കഴിയും. അതുകൊണ്ട് ആശങ്കകളും ആകുലതകളും ഉത്കണ്ഠകളും ഭാരങ്ങളും ഒക്കെ മനസ്സിൽ വരുമ്പോൾ കൈവച്ചുകൊണ്ടിരിക്കരുത്. ഇമ്മീഡിയറ്റ്ലി കർത്താവിലേക്ക് അങ്ങ് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കർത്താവിനോട്, അല്പസമയം പോലും നമ്മളത് ചുമക്കേണ്ട ആവശ്യമില്ല.
പെട്ടെന്ന് കർത്താവിൻ്റെ കൊടുക്കുക, സ്തോത്രം പറയുക, പെട്ടെന്ന് മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്നൊരു ഭാരം എൻ്റെ മനസ്സിൽ കിടക്കുന്നു, ഇത് ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മാസമായത് കേട്ടോ. പെട്ടെന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഇത് ഞാൻ അങ്ങേ ഏൽപ്പിക്കുക, എനിക്കിത് ചുമക്കാൻ പറ്റത്തില്ല, അങ്ങിത് ഏറ്റെടുത്തതിനായിട്ട് സ്തോത്രം. അങ്ങനെ വചനപ്രകാരം ഞാൻ ഈ ഭാരം, അല്ലെങ്കിൽ ഈ ഉത്കണ്ഠ, അല്ലെങ്കിൽ ഈ നിരാശ, അല്ലെങ്കിൽ ഈ ഭയം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. അങ്ങനെക്ക് വേണ്ടി കരുതിയിട്ടുള്ളതിന് സ്തോത്രവും പറഞ്ഞിട്ട് പിന്നെ സ്തോത്രം പറഞ്ഞ് പോക്കണം. പിന്നെയും നമ്മുടെ ഉള്ളിൽ ചിന്ത വരും, പക്ഷേ അതിനെ നമ്മൾ പറയണം, നോ, ഞാനിനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ബോധ്യം വന്നു? അതുകൊണ്ട് ഇന്ന് മുതൽ ഉത്കണ്ഠയില്ലാത്ത, ഭാരമില്ലാത്ത, ഭയമില്ലാത്ത, നിരാശയില്ലാത്ത ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. എന്തോ ഭാരമുണ്ടെങ്കിലും കർത്താവിൻ്റെ പാദത്തിലേക്ക് വെക്കുക, ഇട്ടുകൊടുത്തേക്കുക. കർത്താവ് എന്നാ പിടിച്ചു, ഞാനിത് പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞ് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. ആമേൻ. അല്ലെങ്കിൽ നിരാശയും ഭാരവുമാണ് പിശാചിന് ഓപ്പണാകുന്നത്, നമ്മളെ ഓപ്പണാക്കി കൊടുക്കുന്ന നിരാശയും ഭാരവും പ്രയാസവും ഒക്കെ. അതുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഈ വചനം ഒന്നുകൂടെ കേൾക്കണം കേട്ടോ. എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. സ്തോത്രം.